നാട്ടിൽ അധികം കാണാൻ കിട്ടാത്തൊരു ഫ്ലവറാണ് ഈ ട്യൂലിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, അതിനൊരു പ്രത്യേക ഭംഗി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ട്യൂലിപ്സിൻ്റെ ഒരു ബൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്രാഫ്റ്റ് പേപ്പർ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന പോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇത് കാണുമ്പോൾ ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഞാൻ ഈ വരച്ച് കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ 4 സൈഡിലും സെൻറ്ററിൽ മാത്രം കാണുന്ന ഈ ഒരു മടക്കിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ക്വയറും, അതായത് ഓരോ പെറ്റൽ പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഓരോ പെറ്റൽസും ഇതുപോലെ 2 സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുക്കണം. അങ്ങനെ 4 എണ്ണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ട്രയാങ്കിളും ഇതുപോലെ ഗ്ലൂ തേക്കുക. എന്നിട്ട് അടുത്ത പെറ്റൽ ഒട്ടിക്കുക. അങ്ങനെ എല്ലാ പെറ്റൽസും അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ട്യൂലിപ്പിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഇതേപോലെ 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ട്യൂലിപ്പിൻ്റെ ബാക്കിലും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് ഇറക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ടിരുന്നോളും. എന്നിട്ട് നമ്മൾ ലീഫും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ട്യൂലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ട്യൂലിപ്സ് വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്യൂലിപ്പിൻ്റെ ഇമോജി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.